شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والحمد لله يحب من دعاه خفيا ويجيب من ناداه نجيا ويزيد من كان منه حييا. സ്നേഹനദികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂറത്തു മുഹമ്മദിലെ അവസാന ആയത്തുകളെ സംബന്ധിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഖിറാഅത്ത് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ യസ്അൽകുമൂഹാ ഫയുഹ്ഫികും തബ്ഖലൂ വയുഖ്രിജ് അദ്ഗാനകും ها أنتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم. ഇനി വാക്കർത്ഥങ്ങൾ. ഇൻ യസ്അൽകുമൂഹ, നിങ്ങളോട് അവ അഥവാ സ്വത്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ, ഫയുഹ്ഫിക്കും, അങ്ങനെ അവൻ സ്വത്ത് ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ, തബ്ഖലൂ, നിങ്ങൾ പിശുക്കു കാണിക്കുകയും, വയുഖ്രിജ് അൽഗാനക്കും, നിങ്ങളുടെ ഉള്ളിലെ പക അവൻ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. മുഴുവനായി അർത്ഥം പറഞ്ഞാൽ, നിങ്ങളോട് അവ സ്വത്തുക്കൾ ചോദിച്ച് അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പിശുക്കു കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ പക അവൻ പുറത്തേക്ക് വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഹാ അൻതും ഹഉലാഇ തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്, ഹേ കൂട്ടരെ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. തുദ്ഔന, നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത്, നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ്. ഫമിൻകും മൻ യബ്ഖൽ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളോട് ചെലവഴിക്കാൻ അവൻ ആവശ്യപ്പെടുമ്പോൾ, ഫമിൻകും, അപ്പോൾ നിങ്ങളിൽ ചിലർ ഉണ്ടാകും, മൻ യബ്ഖൽ, പിശുക്കു കാണിക്കുന്നവരായി. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി, വല്ലവനും പിശുക്കു കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്കു കാണിക്കുന്നത്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അല്ലാഹു ആകട്ടെ പരാശ്രയമുക്തനും നിങ്ങളാകട്ടെ അൽ ഫുഖറ, ദരിദ്രന്മാരുമാകുന്നു. വ ഇൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. സുമ്മ ലാ യകൂനു അംസാലക്കും,
എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല. ഇതിൻ്റെ മുഴുവനായി അർത്ഥം നോക്കിയാൽ, ഹേ കൂട്ടരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്കു കാണിക്കുന്നു. വല്ലവനും പിശുക്കു കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്കു കാണിക്കുന്നത്. അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തനാകുന്നു, നിങ്ങളോ ദരിദ്രന്മാരും. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല. ഈ ആയത്തുകളുടെ വിശദീകരണം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, 36-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് വലാ യസ്അൽക്കും അംവാലക്കും, നിങ്ങളോട് അവൻ സമ്പത്ത് ചോദിക്കുന്നില്ല എന്നാണല്ലോ. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് 37-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം വരുന്നത്. ഈ യസ്അൽക്കുമുഹ, ഇനി അഥവാ അവൻ നിങ്ങളോട് സമ്പത്ത് ചോദിച്ച് ഫയുഹ്ഫിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ തബ്ഖലു, നിങ്ങൾ പിശുക്കന്മാരായി മാറും. വയുഖ്രിജ് അൽഗാനക്കും, അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ്. അപ്പോൾ മനുഷ്യരിലെ ചില ആളുകളുടെ സ്വഭാവത്തെപ്പറ്റിയാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി അവരോട് കൽപ്പന പുറപ്പെടുവിച്ചാൽ അവരിൽ ചില ആളുകൾക്ക് അതിൽ അതൃപ്തിയും വിദ്വേഷവും അനിഷ്ടവുമെല്ലാം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി അവർക്ക് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നിന്നും അവരിൽ നിന്നും പ്രകടമാകുമെന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. മഹാനായ ഇമാം ഖത്താദ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, ഖദ് അലിമല്ലാഹു അന്ന ഫി ഇഖ്റാജിൽ അംവാലി ഇഖ്റാജുൽ അദ്ഗാൻ. ഒരാളോട് സമ്പത്ത് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ തനിനിറം, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് അള്ളാഹുവിന് വ്യക്തമായി കൊണ്ട് അറിയാൻ സാധിക്കുമെന്നാണ് ഇമാം ഖത്താദ ഇവിടെ പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, വസദഖ ഖത്താദ, ഖത്താദ ഇവിടെ പറഞ്ഞത് വളരെ സത്യമാണ്. ഫ ഇന്നൽ മാല മഹ്ബൂബുൻ, ഒരാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് അവൻ്റെ സമ്പത്ത്. വലാ യുസ്റഫു ഇല്ല ഫീമാ ഹുവ അഹബ്ബു ഇല ശഖ്സി മിൻഹു. അപ്പോൾ ആ സമ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളുടെ വിഷയത്തിൽ മാത്രമാണ് അവൻ സമ്പത്ത് ചെലവഴിക്കുക എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ആർക്കാണ് ഇഷ്ടമുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിനോട് ആർക്കാണ് ഏറ്റവും പ്രതിബദ്ധതയുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സമ്പത്ത് ചെലവഴിക്കാൻ യാതൊരുവിധ മടിയുമുണ്ടാവുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി സ്നേഹിക്കുന്ന, അവൻ്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധ മടിയുമില്ലാതെ അവർ സമ്പത്ത് ചെലവഴിക്കും. അതല്ലാത്ത ആളുകൾ പുറമെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളൊക്കെ കൊണ്ടു നടക്കുകയും എന്നാൽ അത്ര തന്നെ കൂറും ആത്മാർത്ഥതയുമൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ തനി നിറം പുറത്തേക്ക് പ്രകടമാകും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. മഹാനായ ഇമാം സഅദി അദ്ദേഹം പറയുന്നുണ്ട്, മാ ഫീ ഖുലൂബിക്കും മിനൽ ലഗൻ, അവരുടെ ഹൃദയത്തിനുള്ളിലുള്ള എല്ലാം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇദാ ത്വലബ മിൻകും മാ തക്റഹൂന ബദ്ലഹു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടാൽ അതിനെ വെറുക്കുകയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും അനിഷ്ടവും അതൃപ്തിയുമെല്ലാം അവർ പ്രകടമാക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മഹാനായ ഇമാം സഅദി അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ വലാ യസ്അൽക്കും അംവാലക്കും, അള്ളാഹു നിങ്ങളുടെ സമ്പത്ത് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. തൊട്ട് 36-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുകൂടെ നാം പഠിക്കേണ്ടതുണ്ട്. അവിടെ മുഫസ്സിറുകൾ പറഞ്ഞു തരുന്ന ചില വ്യാഖ്യാനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 3 നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, നിങ്ങളുടെ സമ്പത്ത് അവൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് മുഴുവനായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾക്ക് വലിയ പ്രയാസം വരാത്ത രൂപത്തിൽ, വൈഷമ്യമില്ലാത്ത രൂപത്തിൽ,
ഒരു ചെറിയ അളവ് മാത്രമാണ് നിർബന്ധമായും അള്ളാഹു ചെലവഴിക്കണമെന്ന് പറയുന്നത്. സക്കാത്തിൻ്റെ നിസാബ് എടുത്തു നോക്കൂ നിങ്ങൾ. 100-ൽ വെറും 2.5% മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ ചെലവഴിക്കാൻ നിർബന്ധിതമായ അവസ്ഥയിൽ വരുന്നത്. അത്രയേ അള്ളാഹു ചോദിക്കുന്നുള്ളൂ. അതല്ലാത്ത പക്ഷം ഓരോ വ്യക്തിയുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് മുഴുവനായിക്കൊണ്ടും അള്ളാഹു ദീനിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അവന് നൽകണമെന്ന് അവൻ പറയുന്നില്ല. ഇതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, അള്ളാഹുവിൻ്റെ ആവശ്യാർത്ഥം അവൻ നിങ്ങളോട് സ്വത്ത് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ നൽകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. കാരണം അള്ളാഹുവിന് നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല. പിന്നെന്തിനാണ് അള്ളാഹു സ്വതക്കയും സക്കാത്തുമെല്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്? അത് നാളെ പിറ്റേന്ന് നാളെ പരലോകത്ത് ഓരോ വ്യക്തിക്കും ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്, അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, നാളെ പരലോകത്ത് സഹായകമാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ നിയമങ്ങൾ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. മൂന്നാമത്തൊരു വ്യാഖ്യാനം, അള്ളാഹു നിങ്ങളോട് സ്വത്ത് ചിലവഴിക്കാൻ ആവശ്യപ്പെടുന്നത് ശരി തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ സ്വത്തല്ല, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. അവൻ നിങ്ങളുടെ പക്കൽ തന്നതിൽ നിന്ന് ചെലവഴിക്കുവാൻ വേണ്ടി മാത്രമാണ് അവൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതായിരുന്നാലും അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് അവന് വേണ്ടി ആവശ്യപ്പെടുന്നില്ല. അത് പാരത്രികമായ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു ഒരു നിയമമാക്കി തന്നതാണ്. അത് പൂർണ്ണമായും സമ്പത്ത് ചെലവഴിക്കുന്ന വ്യക്തികൾക്കാണ് ഉപകാരപ്പെടുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇനി നിങ്ങളോട് സമ്പത്ത് ചോദിക്കുകയാണെങ്കിൽ ചിലരുടെ സ്വഭാവം ഈ പറഞ്ഞതുപോലെ ലുബ്ധത കാണിക്കുന്ന രൂപത്തിലായിരിക്കും എന്നൊക്കെ അള്ളാഹു വ്യക്തമാക്കുന്നു. ഈ ആയത്തിൻ്റെ അല്ലെങ്കിൽ ഈ അദ്ധ്യായത്തിൻ്റെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് യുദ്ധ പ്രതിരോധ പോരാട്ടങ്ങൾ തുടങ്ങിയ ഉമ്മത്തിന് പൊതുവായി ഉപകരിക്കുന്ന കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള ശക്തിയായ ഒരു ആവശ്യപ്പെടലാണ്, ആഹ്വാനമാണ് ഈ വചനങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ അമാനി മൗലവി അദ്ദേഹം നമ്മോട് പറഞ്ഞു തരുന്ന അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതി വെച്ച ചില വാചകങ്ങൾ നമുക്കൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറയുകയാണ്, നല്ല വിഷയത്തിൽ ധനം ചിലവഴിക്കുവാൻ കിണഞ്ഞാവശ്യപ്പെടുമ്പോൾ പിശുക്കു കാണിക്കലും ഹൃദയത്തിൽ ഒളിഞ്ഞുകിടപ്പുള്ള വിദ്വേഷവും ഉൾപോലും വെളിക്ക് ചാടലും മിക്കവരുടെ സ്വഭാവമാണെന്നും ഈ സ്വഭാവം നല്ലതല്ലെന്നും അത് തങ്ങൾക്കു തന്നെ ദോഷകരമാണെന്നും അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ധനം ചെലവഴിക്കുവാൻ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഗുണത്തിനു വേണ്ടിയല്ല, ചെലവഴിക്കുന്നവരുടെ സ്വന്തം നന്മക്ക് വേണ്ടി കൂടിയാണെന്ന് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഒരിക്കലും അള്ളാഹു നമ്മളോട് സമ്പത്ത് അവന് വേണ്ടി ചോദിക്കുകയല്ല, മറിച്ച് ഉമ്മത്തിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അവൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ സമ്പത്ത് ചോദിക്കുന്നത്. മാത്രവുമല്ല, സമ്പത്ത് ചോദിക്കുമ്പോൾ മനുഷ്യരിലെ യഥാർത്ഥ മുഖം അത് പുറത്തേക്ക് വരാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞതൊക്കെ അനുസരിക്കാതെ പിന്തിരിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന നല്ല ഒരു ജനതയെ അള്ളാഹു ഇവിടെ കൊണ്ടുവരും എന്ന ഒരു താക്കീത് കൂടിയാണ് അള്ളാഹു നൽകുന്നത്. അതാണ് നമുക്ക് അവസാനത്തെ ആയത്തിലൂടെ കാണാൻ കഴിയുന്നത്. അള്ളാഹു പറയുന്നു, ഹാ അൻതും ഹാ ഉലാഇ തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ് ഫമിൻകും മൻ യബ്ഖൽ വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സിഹി വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനു അംസാലക്കും. അവിടെ അള്ളാഹു പറയുന്നത്, ഹാ ഉലാഇ ഹാ അൻതും ഹാ ഉലാഇ തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നാണ് അള്ളാഹു നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ടാൽ അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ ഫമിൻകും മൻ യബ്ഖൽ, ചില ആളുകൾ അവർ ലുബ്ധത കാണിക്കും, അവർ പിശുക്കും, അവരുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയില്ല. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ പിശുക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ
യഥാർത്ഥത്തിൽ അവൻ പിശുക്ക് കാണിക്കുന്നത് ഐ ഇന്നമാ നഖസ നഫ്സഹു മിനൽ അജ്ർ, അവന് സ്വന്തം പ്രതിഫലം കുറയുകയാണ് ചെയ്യുന്നത്, സ്വന്തം പ്രതിഫലത്തെയാണ് അവൻ കുറയ്ക്കുന്നത്. വ ഇന്നമാ യഊദു വബാലു ദാലിക അലൈഹി, അപ്പോൾ അവൻ്റെ പാരത്രികമായ ലോകത്ത് അവന് ലഭിക്കാനുള്ള പ്രതിഫലമാണ് അവൻ കുറച്ചു കളയുന്നത്. അതല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നഷ്ടവും വരുത്തുകയില്ല എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട 1-2 കാര്യം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഒരാൾക്ക് അവൻ്റെ സമ്പത്തിൽ ഒരിക്കലും കുറവ് വരികയില്ല എന്നാണ്. മാ നഖസത്ത് സദഖത്തും മിമ്മാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്കിപ്രകാരം വായിക്കാൻ സാധിക്കും, ഒരാളുടെ സമ്പത്തിൽ നിന്നും അയാൾ ദാനധർമ്മം നൽകി എന്നതുകൊണ്ട് ആ ദാനധർമ്മം അയാളുടെ സമ്പത്തിനെ കുറച്ചു കളയുകയില്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും പ്രഭാതത്തിൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണമേ. വഅതി മുംസിക്കൻ തലഫ, അള്ളാഹുവേ സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നഷ്ടവും നീ നൽകണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നുകൂടെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ദാനധർമ്മത്തെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ പ്രാധാന്യത്തോടു കൂടെ വളരെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ സംഗതിയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം നൽകുക എന്നത്. അപ്പോൾ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്കു കാണിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കണം. ഇനി ആ ചെലവഴിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല, സ്വന്തത്തിന് വേണ്ടിയാണ്. നാളെ പരലോകത്ത് ഓരോ വ്യക്തിയും അവൻ്റെ സ്വതക്കയുടെ ദാനധർമ്മത്തിൻ്റെ തണലിലാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പരലോകത്ത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിൽ ഒരാൾ ദാനധർമ്മം നടത്തേണ്ടത്. അള്ളാഹുവിന് നിങ്ങളുടെ സമ്പത്ത് മനുഷ്യരുടെ എന്നല്ല ഒരു സൃഷ്ടിയുടെയും ഒന്നും ആവശ്യമില്ലാത്തവനാണ്, ആരാലും ആശ്രയിക്കപ്പെടാത്തവനാണ്. വല്ലാഹുൽ ഗനിയ്യു, അള്ളാഹു ധന്യനാണ്. അൻ കുല്ലി മാ സിവാഹു വകുല്ലു ഷൈഇൻ ഫഖീറുൻ ഇലൈഹി ദായിമൻ, എപ്പോഴും എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്കാണ് ആശ്രയിക്കപ്പെടുന്നത്. വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വ അൻതുമുൽ ഫുഖറ, നിങ്ങളാണ് ദരിദ്രന്മാർ, നിങ്ങൾക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് അവൻ ആശ്രിതനല്ല എന്നാണ് അള്ളാഹു നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.